വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2 പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ പഠിച്ചു, ബീറ്റി കോട്ടൺ, അതുപോലെ ജെനറ്റിക്കലി മോഡിഫൈഡ് ടുബാക്കോ പ്ലാന്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസിനെ കുറിച്ചാണ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് അല്ലെങ്കിൽ വേറെ പേരെന്ത് പറയും, ട്രാൻസ്ജീനിക് ആനിമൽസ്. അപ്പോൾ എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് എന്ന് പറയുന്നത്? Animals that have had their DNA manipulated to possess and express a foreign gene are known as transgenic animals. അതായത് the genes of animals have been altered by manipulation are called transgenic animals or genetically modified organisms. അതായത് കൃത്രിമമായിട്ട് ഒരു ആനിമലിൻ്റെ DNA-യിൽ നിന്ന് അതിൻ്റെ ഒരു ജീൻ മാറ്റി അല്ലെങ്കിൽ അതിലേക്ക് ഒരു വേറൊരു സ്പീഷീസിലുള്ള വേറൊരു ഓർഗനിസത്തിൽ നിന്നുള്ള ജീൻ അതിലേക്ക് പിടിപ്പിച്ചിട്ടുള്ള ആനിമൽസിനെയാണ് ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഫോറിൻ ജീൻ ഉള്ള ആനിമൽ, അതാണ് ട്രാൻസ്ജീനിക് ആനിമൽ എന്ന് പറയുന്നത്. ട്രാൻസ്ജീനിക് റാറ്റ്സ്, റാബിറ്റ്, പിഗ്സ്, ഷീപ്പ്, കൗ, ഫിഷ് എക്സെട്ര are produced. But 95% of all existing transgenic animals are mice. ഒരുപാട് ട്രാൻസ്ജീനിക് ആയിട്ടുള്ള ആനിമൽസിനെ നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റാറ്റ് ഉണ്ട്, റാബിറ്റ്, ഷീപ്പ്, കൗവ്, ഫിഷ്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ജീനിക് ആനിമൽസിൽ 95%ഉം മൈസ് ആണ്. മൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ടലി. Why are these animals being produced? How can we benefit such modifications? എന്തിനാണ് നമ്മൾ ഈ ആനിമൽസിനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവർക്കുള്ള ജീൻ പോരെ, എന്തിനാണ് നമ്മൾ അതിലേക്ക് വേറൊരു ജീൻ മാറ്റി അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് വാട്ട് ആർ ദി യൂസസ് ഓഫ് ട്രാൻസ്ജീനിക് ആനിമൽസ്. ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, യൂസസ്. ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊണ്ട് എന്തൊക്കെയാണ് യൂസ് ഉള്ളതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് ടു സ്റ്റഡി നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. Transgenic animals can be used to study how genes are regulated and how they affect the normal functions of the body and its development. ട്രാൻസ്ജീനിക് ആനിമൽസിനെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ഒരു ഓർഗനിസത്തിൽ ജീൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീൻ റെഗുലേഷൻ നടക്കുന്നത് എന്ന് പഠിക്കുന്നതിനും, അതുപോലെ ആ ജീന് ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ജീൻ എക്സ്പ്രഷൻ. നിങ്ങളത് സോളജിയിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കും. ട്രാൻസ്ക്രിപ്ഷൻ, സ്പ്ലൈസിങ്. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് mRNA ഉണ്ടാവുന്നു. ദാറ്റ് mRNA ട്രാൻസ്പോർട്ട് ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്തു വരുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ അല്ലേ. ആ mRNA ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അതാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ജീൻ റെഗുലേഷൻ. അപ്പോൾ ജീൻ റെഗുലേഷൻ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. ഇനി ആ ആനിമൽസിൽ എന്തൊക്കെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് വരുത്തുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തുന്നത് എന്നൊക്കെ പഠിക്കുന്നതിനാണ് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച അല്ലേ, നമ്മൾ വളരുന്നത്. അപ്പോൾ ആ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത് സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫാക്ടറാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ഇതിനെ നമ്മൾ ചുരുക്കി IGF എന്നാണ് പറയുന്നത്. ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, അതിനെ IGF എന്ന് പറയും. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഫാക്ടറാണ് IGF എന്ന് പറയുന്നത്. Along with growth hormone, this IGF promote the normal growth and development of bones and tissues. ഗ്രോത്ത് ഹോർമോണുമായിട്ട് ചേർന്നിട്ടാണ് ഈ IGF ഗ്രോത്തിനെ സഹായിക്കുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ആ ഗ്രോത്ത് നടക്കുന്നത്. അതിലൊരു ഫാക്ടറാണ് IGF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ബൈ ഇൻട്രൊഡ്യൂസിങ് ജീൻസ് ഫ്രം അതർ സ്പീഷീസ് ദാറ്റ് ഓൾട്ടർ ദ ഫോർമേഷൻ ഓഫ് ദിസ് IGF. അതായത് ഒരു DNA, ആ DNA-യിൽ 3 പോർഷൻ ഇതാണ് നമ്മുടെ IGF പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എന്ന് വിചാരിക്കും. അപ്പോൾ അതിലെ നമ്മൾ വേറൊരു ജീൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് മാറ്റി നമ്മൾ അവിടെ പകരം വേറൊരു സ്പീഷീസിൽ നിന്നുള്ള ഒരു ജീൻ നമ്മുടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ദാറ്റ് ഓൾട്ടർ ദ ഫോർമേഷൻ ഓഫ് IGF-ന്റെ ഫോർമേഷനെ അത് എഫക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെയായിരുന്നു IGF ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജീൻ അവിടെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അത് മാറ്റി നമ്മൾ അവിടെ ഒരു ഫോറിൻ ജീൻ കൊണ്ടുവന്ന് വെച്ചു. ദാറ്റ് വിൽ എഫക്ട് ദ ഫോർമേഷൻ ഓഫ് IGF. അത് IGF ഉണ്ടാകുന്നതിനെ ബാധിക്കുന്നു. അപ്പോൾ ഇവിടെ IGF ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ IGF അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഫംഗ്ഷൻ അത് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? എന്താണ് ഇപ്പൊ IGF ഇല്ലാതിരുന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഫിസിയോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ ഉണ്ടായത് എന്ന് നമുക്കിതിൽ നിന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Thus we can study the biological effects that result. എന്താണ് അതിൻ്റെ അനന്തരഫലമായിട്ട് അതിനകത്ത് എന്താണ് വന്ന മാറ്റം എന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. So we can get information about the biological role of that factor in the body. അപ്പോൾ എന്ത് റോളാണ് അത് നമ്മുടെ ബോഡിയിൽ ചെയ്തിരുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതാണ് സ്റ്റഡി ഓഫ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊണ്ടുള്ള രണ്ടാമത്തെ ഉപയോഗം സ്റ്റഡി ഓഫ് ഡിസീസസ്. ട്രാൻസ്ജീനിക് ആനിമൽസ് ആർ ഹെൽപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ജീൻസ് കോൺട്രിബ്യൂട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. ഡിസീസ് ഉണ്ടാക്കുന്നതിൽ ജീനിനുള്ള പങ്ക് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. They serve as models for human diseases. ഒരു ഹ്യൂമൻ ഡിസീസിൻ്റെ ഒരു മോഡലായിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ആ ഡിസീസ് ആ ആനിമൽസിലേക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് അതുണ്ടാക്കുന്ന ജീൻ ഏതാണോ ആ ജീനിനെ ആ ആനിമലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ഒരു ഡിസീസ്ഡ് ആനിമലാക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മൾ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു നോക്കുന്നു. ഏത് ട്രീറ്റ്മെൻറ്റാണ് അതിന് ഫലിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിസീസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗപ്പെടുത്തുന്നു. So the investigation of new treatment for diseases is made possible. അപ്പോൾ നമുക്ക് രോഗത്തിനുള്ള പുതിയ രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. Today, transgenic models exist for many human diseases such as cancer, rheumatoid arthritis, cystic fibrosis and Alzheimer's. ഇതിനെല്ലാം ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജീനിക് ആനിമൽസിനെ മോഡലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ രോഗങ്ങൾക്കെല്ലാം ട്രാൻസ്ജീനിക് ആനിമൽസിൻ്റെ മോഡലുകൾ ഇപ്പോൾ നിലവിലുണ്ട്. മനസ്സിലായോ? നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് to obtain biological products. Certain biological products obtained from transgenic animals are used as medicines to treat certain human diseases. For transgenic ആനിമൽസിനെ നമ്മൾ മാറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചില പ്രോഡക്ട്സ് ചില ഡിസീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ട്രാൻസ്ജീനിക് ആനിമലായിട്ട് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ മാറ്റി അതിൽ നിന്നുള്ള ആ പ്രോഡക്റ്റ് നമ്മൾ രോഗചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സിനെ നമ്മൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ എംഫിസീമ. Emphysema is a chronic pulmonary disease. That means it's a lung disease. The lungs of emphysema patients get damaged, so they make it harder to breathe. ഈ എംഫിസീമ പേഷ്യൻസിൻ്റെ ലങ്സ് ഡാമേജ് ആയി പോകുന്നു. അങ്ങനെ ഡാമേജ് ആയി പോകുന്നത് കൊണ്ട് അവർക്ക് ശ്വസന തടസ്സം ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ലങ്സിനാണ് ഡാമേജ് വരുന്നത്. അതാണ് എംഫിസീമ എന്ന് പറയുന്ന അസുഖം.
ഇത് സാധാരണ പുകവലിക്കുന്നവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ പൊല്യൂഷൻ ഉള്ളിടത്ത് കൂടുതൽ നാൾ എക്സ്പോസ് ചെയ്താലും ഈ പറഞ്ഞ ഈ എംഫിസീമ എന്ന് പറയുന്ന രോഗമുണ്ടാകാറുണ്ട്. ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് എ പ്രോട്ടീൻ. FAV1 ആന്റിട്രിപ്സിൻ എന്ന പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലമാണിത് ഉണ്ടാകുന്നത്. So this protein is used to treat എംഫിസീമ. അപ്പോൾ എംഫിസീമ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രോട്ടീൻ ഉപയോഗിക്കുന്നു. കാരണം ഈ പ്രോട്ടീൻ നമ്മൾ ആ പേഷ്യൻറ്റിന് കൊടുക്കുമ്പോഴാണ് അവരുടെ രോഗം ഭേദമാകുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ സെല്ലിൽ നിന്നും നമ്മൾ ഈ ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. മനസ്സിലായല്ലോ? ബയോടെക്നോളജിയിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു DNA-യിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അതിൽ നിന്നും ഇപ്പം ഈ ഇത്രയും ആയിട്ടുള്ള ഈ ജീനാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഒരു ഷീപ്പിൻ്റെ എഗ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു ഷീപ്പിൻ്റെ എഗ് സെല്ലിനകത്തേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് ഒരു എഗ് സെൽ ഏതിൻ്റെയാണ്? ഒരു ഷീപ്പിൻ്റെ എഗ് സെൽ. ഷീപ്പിൻ്റെ എഗ് സെല്ലിലേക്ക് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇനി ഇത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോട്ടീൻ അത് ഷീപ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ബയോടെക്നോളജിയിൽ നമുക്കറിയാം എങ്ങനെ നമ്മൾ ഇതൊരു ഹ്യൂമൻ സെല്ലിൽ നിന്നും ഇതൊരു സെല്ലിനകത്തിരിക്കുന്ന DNA ആണ്. അപ്പോൾ ഹ്യൂമൻ സെല്ലിലെ ആ DNA അതിൽ ഏത് DNA ആണോ ഈ ആൽഫ-1 ആന്റിട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ജീനിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അത് ഒരു എഗ് സെല്ലിലേക്ക് ഷീപ്പിൻ്റെ എഗ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ആ ഷീപ്പിൽ ഇപ്പോൾ ആ ഫോറിൻ ജീൻ വന്നു. നൗ ദ ഷീപ്പ് ബിക്കം ട്രാൻസ്ജീനിക്. ഇപ്പോൾ ആ ഷീപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജീനിക് അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ഷീപ്പാണ് അല്ലേ? In this sheep, this alpha-1 antitrypsin is produced and that accumulate in its milk. അതിൻ്റെ മിൽക്കിൽ ഈ ആൽഫ-1 ആന്റിട്രിപ്സിൻ ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ട്രാൻസ്ജീനിക് ഷീപ്പിൻ്റെ മിൽക്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് ആൽഫ-1 ആന്റിട്രിപ്സിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എംഫിസീമ പേഷ്യൻസിന് ഈ ഷീപ്പിൻ്റെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ രോഗം ഭേദമായിട്ട് വരും. എന്തുകൊണ്ടാണ്? അതിൽ ഈ പ്രോഡക്റ്റ് അവിടെയുണ്ട്. ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ ട്രാൻസ്ജീനിക്കിനെ നമ്മൾ ഉണ്ടാക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ മിൽക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പേഷ്യൻറ്റിന് അതുകൊണ്ട് ക്യൂർ ഉണ്ടാകുന്നു. ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് ഇവിടെ ഒരു ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതുപോലെ വേറെ എക്സാമ്പിൾ ഉണ്ട്. ഇൻ 1997 ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗ, ആദ്യത്തെ ട്രാൻസ്ജീനിക് കൗ പ്രൊഡ്യൂസ്ഡ് ഇൻ 1997 and its name was Rosie. In 1997 the first transgenic cow Rosie produced human protein enriched milk. ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്, അതായത് നമ്മുടെ മനുഷ്യരിലുള്ള ഒരു പ്രോട്ടീൻ. ദാറ്റ് പ്രോട്ടീൻ ഈസ് നോൺ ഏസ് ആൽഫ ലാക്റ്റാൽബുമിൻ. ഒരു ഹ്യൂമൻ പ്രോട്ടീൻ ആണ് ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്നത്. നമ്മുടെ മദേഴ്സ് മിൽക്കിലുള്ള ഒരു പ്രോട്ടീനാണ് ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഏതാണോ ആ ജീനിനെ ഒരു മദറിൻ്റെ സെല്ലിൽ നിന്നും അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. സെല്ലിലെ DNA-യിൽ നിന്നും അതിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു, കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിനെ ഒരു കൗവിൻ്റെ എഗ് സെല്ലിലേക്ക് കൊടുക്കുന്നു. കൗവിൻ്റെ എഗ് സെല്ലിലേക്ക് അത് കൊടുക്കുന്നു. അപ്പോൾ അത് ആ സെല്ലിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അത് അതിൻ്റെ
മിൽക്കിനകത്ത് അക്കുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആ മിൽക്കിൽ, ആ കൗവിൻ്റെ മിൽക്കിൽ ധാരാളമായിട്ടുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ പ്രോട്ടീൻ, അതായത് ഒരു ഹ്യൂമൻ മദറിൻ്റെ ഇതിലുണ്ടാകുന്ന അതേ പ്രോട്ടീൻ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആ കൗവിൻ്റെ മിൽക്കിൽ നിന്ന് കിട്ടുന്നത്. It was a nutritionally more balanced milk for human babies other than cow milk. സാധാ കൗ മിൽക്ക് എന്ന് പറയുന്നതിനകത്ത് ഈ പ്രോട്ടീൻ ഇല്ല. ന്യൂ ബോൺ ബേബീസിന് സാധാ പാല് കൊടുത്താൽ ശരിയാകത്തില്ല. അപ്പോൾ ഈ ഹ്യൂമൻ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോൾ ചില ന്യൂ ബോൺ ബേബീസിന് ചിലപ്പോൾ പാല് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെന്ന് വരാം അല്ലേ? ചിലപ്പോൾ അതിൻ്റെ മദർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിസീസ് കൊണ്ട് അതിൻ്റെ അമ്മയുടെ പാല് കിട്ടാതെ വരുന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതുപോലെ ഈ ട്രാൻസ്ജീനിക് കൗവിൻ്റെ മിൽക്ക് അതിനുപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ഹ്യൂമൻ മിൽക്ക് എങ്ങനെയാണോ ഇരുന്നത് അതേ ക്വാളിറ്റിയിലുള്ള മിൽക്ക് തന്നെയാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ജീനിക് കൗവാണ് റോസി എന്ന് പറയുന്നത്. എന്നായിരുന്നു? 1997 the first transgenic cow produced the human enriched protein. ഏത് പ്രോട്ടീൻ ആയിരുന്നു? ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ഫിനൈൽ കീറ്റോൺയൂറിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഈ അസുഖങ്ങൾക്കും ഇതുപോലെ ട്രാൻസ്ജീനിക് ആനിമൽസിൽ നിന്നുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. The biological products from transgenic animals are used for the treatment of phenylketonuria and cystic fibrosis. Phenylketonuria, PKU എന്ന് ഷോർട്ട് ഫോം എഴുതും. ബുക്കിലുള്ളതെല്ലാം നീറ്റിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകരുത്. PKU എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ഫിനൈൽ കീറ്റോന്യൂറിയ? മനസ്സിലായല്ലോ. നെക്സ്റ്റ് യൂസ്, വാക്സിൻ സേഫ്റ്റി. Transgenic animals are used to test the safety of vaccines before they are used on humans. നമ്മളൊരു വാക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വാക്സിൻ നേരെ മനുഷ്യരിലേക്കല്ല നമ്മൾ പരീക്ഷിക്കുന്നത്. ആദ്യം അതിനെ ഒരു ട്രാൻസ്ജീനിക് ആനിമൽസിൽ, അതായത് ഏത് രോഗത്തിനാണോ ഉണ്ടാക്കിയത് ആ രോഗത്തിനെ ഒരു ആനിമലിലേക്ക് മാറ്റി അതിനെ ട്രാൻസ്ജീനിക് ആക്കിയതിന് ശേഷം അത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചെങ്കിൽ മാത്രമാണ് നമ്മളത് മനുഷ്യരിൽ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ജീനിക് മൈസ് ആർ ബീയിങ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി സേഫ്റ്റി ഓഫ് പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്, അതിൻ്റെ സേഫ്റ്റി നോക്കാനായിട്ട് നമ്മൾ ട്രാൻസ്ജീനിക് മൈസിനെയാണ് ഉപയോഗിക്കുന്നത്. If successful and found to be reliable, the vaccine would test in monkeys. അപ്പോൾ അത് സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ റിലയബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു മങ്കിയിൽ പരീക്ഷിക്കുന്നു. അതിനുശേഷം മാത്രമാണ് മനുഷ്യരിൽ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് വൺ, കെമിക്കൽ ടെസ്റ്റിംഗ് ഓർ ടോക്സിസിറ്റി ടെസ്റ്റിംഗ്. Transgenic animals are used to test the toxicity of drugs. ഒരു മരുന്നിൻ്റെ ടോക്സിസിറ്റി, അതിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ, ആ മരുന്നിന് എന്തെങ്കിലും ദോഷഫലമുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. ട്രാൻസ്ജീനിക് ആനിമൽസ് ആർ സെൻസിറ്റീവ് ടു ടോക്സിക് സബ്സ്റ്റൻസസ്. They are then exposed to toxic substances and their effects are studied. ട്രാൻസ്ജീനിക് ആനിമൽസ് ടോക്സിക് സബ്സ്റ്റൻസ് വളരെ സെൻസിറ്റീവാണ്. അത് പെട്ടെന്ന് തന്നെ അതിന് റിയാക്ട് ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഡ്രഗിൻ്റെ ടോക്സിസിറ്റി കണ്ടുപിടിക്കുന്നതിനായിട്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഡ്രഗ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ട്രാൻസ്ജീനിക് ആനിമൽസ് അപ്പം തന്നെ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ മരുന്നിൽ എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനായിട്ടും നമ്മൾ ഈ ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. ഇത്രയും ഉപയോഗമാണ് ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊണ്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്ന്, സ്റ്റഡി ഓഫ് ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്,
രണ്ടാമത്തത് സ്റ്റഡി ഓഫ് ഡിസീസസ്, മൂന്നാമത്തത് യൂസ് ദ ബയോളജിക്കൽ പ്രോഡക്ട്സ്, നാലാമത്തത് ടു ടെസ്റ്റ് ദ വാക്സിൻ സേഫ്റ്റി, ലാസ്റ്റ് ടോക്സിസിറ്റി ടെസ്റ്റിംഗ്. ഒരു ഡ്രഗിന്റെ ടോക്സിസിറ്റി, അത് ടോക്സിക് ആണോ എന്നറിയാനായിട്ട് ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പഠിക്കാനുള്ളത് എത്തിക്കൽ ഇഷ്യൂസ്. എത്തിക്കൽ ഇഷ്യൂസിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ബയോ എത്തിക്സ് പഠിക്കാനുണ്ട്, ബയോ എത്തിക്സ്, ബയോ പാറ്റന്റ് ആൻഡ് ബയോ പൈറസി. 3 കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബയോ എത്തിക്സ്, manipulation of living organisms, that is genetic engineering, cannot go on without regulation. Some ethical standards are required to regulate our activities. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഓർഗനിസത്തെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു നീതിശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ അതിന് ചില എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മീൻസ് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിപ്പോൾ ഈ ബയോളജിക്കൽ വേൾഡിൽ നമ്മൾ ജനിതകപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നീതിപരമായ ഒരു മാനദണ്ഡം അതിന് പാലിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. ബയോടെക്നോളജി ഇൻവോൾവ്സ് മെനി എത്തിക്കൽ ഇഷ്യൂസ്. നമുക്കറിയാം അല്ലേ, ബയോടെക്നോളജിയിൽ ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് പേപ്പറിലൊക്കെ വരാറുള്ളതാണ്. ചിലർ അതിനെ അനുകൂലിക്കുന്നു, ചിലർ അതിനെ എതിർക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അതിൽ വരാറുള്ള ഒരു ഫീൽഡാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് ഓർഗനിസംസ് can have unpredictable results when such organisms are introduced into the ecosystem. നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് ഇതുപോലെയുള്ള ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫലം അതിൽ നിന്നുണ്ടായി എന്ന് വരാം അല്ലേ. നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം എല്ലാം പരീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില റിസൾട്ടുകൾ ഉണ്ടായി എന്ന് വരാം. Therefore, our Indian government has set up an organization known as GEAC. Its full form is Genetic Engineering Approval Committee. അപ്പോൾ GEAC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. GEAC ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. GEAC will make decisions regarding the validity of GM research and the safety of introducing genetically modified organisms into പബ്ലിക് സർവീസസ്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? GEAC ഒരു GM റിസർച്ചിന്റെ വാലിഡിറ്റി അവർ നോക്കുന്നു. അതുപോലെ പബ്ലിക്കിലേക്ക് ആ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള സേഫ്റ്റി ഇതെല്ലാം പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്നത് GEAC ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബയോ പാറ്റന്റ്. A patent is a right granted to an inventor by the government to permit the inventor to exclude others from making, selling, importing and using the invention for a period of time. അതായത് ഒരു ഇൻവെന്റർ എന്തെങ്കിലും കണ്ടുപിടിച്ച ഒരാൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു റൈറ്റ്, ഒരു അവകാശ പത്രം, അതാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. എന്തവകാശമാണ് കൊടുക്കുന്നത്? ടു എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം മേക്കിംഗ്. നമ്മൾ കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തം ഇനി മറ്റൊരാള് അത് ഉണ്ടാക്കരുത്, അതുപോലെ അത് വിൽക്കരുത്, സെല്ല് ചെയ്യരുത്, കയറ്റി അയക്കരുത്, ഇമ്പോർട്ട് ചെയ്യരുത്, അതുപോലെ അത് യൂസ് ചെയ്യാനും അത് ഇയാളുടെ അനുമതിയില്ലാതെ യൂസ് ചെയ്യാനും ഒന്നും പാടില്ല എന്നുള്ള ഒരു അവകാശ പത്രം ഇയാൾക്ക് കൊടുക്കുന്നു. അതാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കണ്ടുപിടുത്തം നമ്മൾ നടത്തി കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ അതേ കണ്ടുപിടുത്തം വേറൊരാൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ പറ്റത്തില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പം അവർക്ക് അതിൻ്റെ അത് ഇനി അതുപോലെ ഉണ്ടാക്കിയെടുത്ത് അവർക്ക് വിൽക്കാനും ഒന്നും പറ്റത്തില്ല. കാരണം അതിൻ്റെ അവകാശം ഇയാളിൽ നിക്ഷിപ്തമാണ്. അപ്പം ആദ്യം പേറ്റന്റ് എടുത്ത ആരാണോ അയാൾക്കാണ് അതിനുള്ള അവകാശം. അതാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബയോ പേറ്റന്റ്
ബയോ പാറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ പാറ്റന്റ്സ് ആർ ദ റൈറ്റ്സ് ഓർ പാറ്റന്റ്സ് ഗ്രാൻഡഡ് ടു സർട്ടൻ കമ്പനീസ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് ടെക്നോളജീസ് that make use of genetic materials, plants and biological products that have long been used and produced by farmers or people of a specific region or countries. അതായത് ഈ ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിനെ അതിൽ നിന്നുള്ള പ്രോഡക്ട്സും അതിൻ്റെ ടെക്നോളജിയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു സമ്മതപത്രം ചില കമ്പനികൾക്ക് മാത്രം അനുവദിച്ചു കൊടുക്കുന്നു. അത് ആ കൺട്രിയിൽ അല്ലെങ്കിൽ ആ പ്രത്യേക റീജിയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതാണ് ബയോ പാറ്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ about 2 lakhs റൈസ് വെറൈറ്റീസ് ആർ ഗ്രോൺ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷത്തോളം അരി അല്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഇവിടെ വളരുന്നുണ്ട്. അതിൽ ഒരു 27 വെറൈറ്റീസ് ആർ ബസുമതി റൈസ്. നമ്മൾ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബസുമതി റൈസ്. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് ഫോർ ഇറ്റ്സ് ഫ്ലേവർ ആൻഡ് അരോമ അല്ലേ. നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ, അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല്, അതിൻ്റെ ആ രുചി, ഇതൊക്കെ നമുക്ക് മറ്റരിയിൽ നിന്ന് വ്യത്യാസമാണ്. അപ്പം തന്നെ നമുക്കതിനെ സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം അരിയാണ് ബസുമതി റൈസ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഹാസ് ബീൻ ഗ്രോൺ ഇൻ ഇന്ത്യ ഫോർ സെഞ്ച്വറീസ്. വളരെ കാലം തൊട്ടേ അതിവിടെ വളർന്നു വരുന്നതാണ്. ദർ ഈസ് ഇറ്റ്സ് റെഫറൻസ് ഇൻ ആൻഷ്യന്റ് ബുക്സ്. അതിൻ്റെ പല പണ്ടുകാലത്തെ ബുക്കിൽ പോലും അതിനെക്കുറിച്ച് റെഫറൻസുകളുണ്ട്. അപ്പം നമുക്കറിയാം അത് എത്രയോ കൊല്ലം പഴക്കമുള്ളതാണെന്ന്. In 1997, an American company got patent on basmati rice through the US Patent and Trademark Office. അവിടെ നിന്ന് അവർക്ക് ഒരു പേറ്റന്റ് അവരെടുത്തു. This allowed the company to sell a new variety of basmati in US and abroad. അപ്പോൾ അവർ ആ പേറ്റന്റ് എടുത്തതുകൊണ്ട് അവർക്ക് അത് അവിടെ തന്നെ US-ലും അതുപോലെ വിദേശത്തേക്കും എല്ലാം കയറ്റുന്നതിനുള്ള അനുമതി അവർക്ക് കിട്ടി. ബട്ട് ആക്ച്വലി ദിസ് വെറൈറ്റി ഈസ് ഡെവലപ്ഡ് ഫ്രം അവർ ഇന്ത്യൻ വെറൈറ്റി. അവർ അത് നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അത്. പക്ഷേ അവരാണ് അതിൻ്റെ പേറ്റന്റ് എടുത്തത്. അതുകൊണ്ട് നമുക്കിനി അത് കയറ്റി അയക്കാനോ നമുക്ക് പുറം രാജ്യങ്ങളിൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വന്നു. മനസ്സിലായോ? ഇത്രയും കാലം ഇത് നമ്മുടെ കയ്യിലുണ്ട്, വർഷങ്ങളായിട്ടുണ്ടെങ്കിലും നമ്മൾ പേറ്റന്റ് എടുത്തിരുന്നില്ല. അതുകൊണ്ട് അത് ഇപ്പോൾ അവരുടേതായി മാറി. നമുക്കത് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാമെന്നല്ലാതെ നമുക്കത് കയറ്റി അയക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. മനസ്സിലായോ? Several attempts have also been made to take patent for our traditional herbal medicines like turmeric, neem, etc. ടർമറിക് നമ്മുടെ മഞ്ഞൾ, അതുപോലെ നീം എന്ന് പറയുന്നത് ആര്യവേപ്പ്. അപ്പം അതെല്ലാം വിദേശ രാജ്യങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടന്നെങ്കിലും പക്ഷേ നമ്മളത് കണ്ടുപിടിച്ചു, തടഞ്ഞു. അതുകൊണ്ട് അത് പോയില്ല. അല്ലെങ്കിൽ അതും അവരുടേതാണെന്ന് അവർ അവകാശപ്പെട്ടാനെ. അപ്പോൾ അത് നമ്മൾ തടഞ്ഞതുകൊണ്ട് അത് പോയില്ല. If we are not vigilant or if we do not immediately counter these patent applications, other individuals or countries may encash our heritage. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ വിജിലൻ്റ് ആയിട്ടിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉടനടി പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ലീഗസി മറ്റുള്ളവർ മറ്റ് കൺട്രീസ് കൊണ്ടുപോയേനെ. സോ വി മേ നോട്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വന്നാനെ. മനസ്സിലായോ? നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിനെ പ്രതികരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ പാരമ്പര്യം മറ്റുള്ളവർ വിറ്റ് കാശാക്കി കൊണ്ടുപോകും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? അതാണ് ബയോ പാറ്റന്റ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബയോ പൈറസി. പൈറേറ്റ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ കൊള്ളക്കാരെയാണ് നമ്മൾ പൈറേറ്റ്സ് എന്ന് പറയുന്നത്. Unauthorized the use of bioresources by multinational companies and other organizations without proper authorization from the countries is called biopiracy. മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം നമ്മുടെ ബയോ റിസോഴ്സസ്, നമ്മുടെ ഇവിടെ മാത്രം കാണുന്ന ചില പ്ലാന്റ്സ്, നമ്മുടെ ആനിമൽസ് നമ്മുടെ അനുവാദം കൂടാതെ എടുക്കുന്നതിനാണ്
ചെയ്യുന്നതിനാണ്, കൊള്ള ചെയ്തെടുക്കുന്നതിനാണ് ബയോ പൈറസി എന്ന് പറയുന്നത്. അപ്പൊ അനുവാദമില്ലാതെ അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ അനുവാദമില്ലാതെ മറ്റു കൺട്രീസ് അത് ചെയ്താൽ അതിനെയാണ് ബയോ പൈറസി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.